കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊന്നുമല്ല, ഒരിക്കൽ ഒരാൾ ഒരു പൊട്ടിയ ഒരു കുടം വിൽക്കാനായിട്ട് കടയിൽ കൊടുക്കുകയാണ്. അപ്പോൾ ആ കടക്കാരൻ ഇത് വാങ്ങി വാങ്ങാൻ ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപാട്. അപ്പോൾ ആരും വാങ്ങണില്ല. പക്ഷെ ഒരാൾ മാത്രം വാങ്ങി. അതൊക്കെ പൊട്ടിയ ആ കുടം അത് ശരിയാക്കി അത് അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ഇത് ഞാൻ പറഞ്ഞത് കുടത്തെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ പ്രലോഭനത്തിൽ പാപം ചെയ്ത് ജീവിതത്തിൽ പൊട്ടിയ കുടം പോലെ ഒന്നുമല്ലാതായ അവസ്ഥയിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ച് നമ്മുടെ കുറവുകളെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ നികത്തി നമ്മളെ ഒരു ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റി, ദൈവത്തിന് പ്രയോജനമുള്ള മക്കളാക്കി മാറ്റി, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളോട്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വേണ്ടി പ്രയോജനപ്പെടുന്ന മക്കളാവാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതിന് നിങ്ങൾ ഒന്ന് മാത്രം ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.